അങ്ങേക്കും ഈശോപ്പായ്ക്കും കോടാനുകോടി നന്ദി. എൻ്റെ പേര് മെറീന. ഞാൻ ചെങ്ങന്നൂരിൽ നിന്ന് വരുന്നു. ഞാൻ 2023 സെപ്റ്റംബർ 6-ാം തീയതിയാണ് തീർത്ഥാടന ഉടമ്പടി എടുത്തത്. ഞാൻ BSc നേഴ്സിംഗ് ഫസ്റ്റ് ഇയർ സപ്ലി എക്സാമായിട്ട് ഇതായിരിക്കുമ്പോഴത്തേക്കുമാണ് ഞാനിവിടെ നിയോഗം വെച്ച് ഉടമ്പടി എടുത്തത്. ഞാൻ ആ എക്സാം പാസ്സാവുകയും ചെയ്തു. ഞാൻ അങ്ങനെ ഉടമ്പടി ഇരിക്കെ ഈ 2024 ഒക്ടോബർ 6-ാം തീയതി എനിക്ക് ഭയങ്കരമായിട്ട് വയറുവേദനയായിട്ട് ഹോസ്റ്റലിൽ വെച്ചായിരുന്നു. അപ്പോൾ വയറുവേദനയായി ഞാൻ അവിടെ ഹോസ്പിറ്റലിൽ പോകും. ഈ 6-ാം തീയതിക്ക് മുമ്പ് കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പായിട്ട് എനിക്ക് തിരിയിൽ പ്രാർത്ഥിക്കുമ്പോൾ 7 എന്നൊരു ഡേറ്റ് കാണിക്കുന്നുണ്ടായിരുന്നു. ഞാൻ അപ്പോൾ അത് അടയാളമാണോ എന്തുവാണെന്നോ എന്ന് എനിക്കറിയത്തില്ലായിരുന്നു. അങ്ങനെ അപ്പോൾ അച്ഛൻ്റെ ധ്യാനം കൂടിക്കൊണ്ടിരിക്കുമ്പോൾ അച്ഛൻ ഇങ്ങനെ സെപ്റ്റംബർ 7 എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ആ 7 കേട്ടപ്പോൾ തോന്നി അതെന്തോ അടയാളമാണെന്ന് എനിക്ക് തോന്നി. അടുത്ത ദിവസത്തെ ഒരു ധ്യാനത്തിൽ ഞാൻ അച്ഛൻ്റെ ധ്യാനം കൂടിക്കൊണ്ടിരിക്കുമ്പോഴത്തേക്കും അച്ഛൻ പറയുന്ന പോലെ ഞാൻ കേൾക്കുക 7 ദിവസങ്ങൾക്കുള്ളിൽ അത്ഭുതം കാണുമെന്ന്. അപ്പോഴും ഞാൻ ആ 7 ശ്രദ്ധിച്ചു. അപ്പോൾ എനിക്ക് തോന്നി ഈ 7 എന്തോ അടയാളമാണെന്ന്. അതുപോലെ തന്നെ ഒക്ടോബർ 6-ാം തീയതി ഞാൻ അവിടെയാണെങ്കിൽ എല്ലാ ഞായറാഴ്ചയും പള്ളിയിൽ പോകും. അങ്ങനെ അപ്പോൾ പള്ളിയിൽ പോയിരിക്കാൻ നേരത്ത് തൊട്ട് എനിക്ക് വയറുവേദനയായി. ഹോസ്റ്റലിൽ വന്ന് രാത്രിയായിട്ടൊന്നും മാറുന്നില്ല. അങ്ങനെ അവിടെ ഹോസ്പിറ്റലിൽ കാണിച്ചു. അന്ന് അവർ സ്കാൻ ചെയ്തു. ഭയങ്കരമായിട്ട് വയറുവേദന, എനിക്ക് നടക്കാനോ ഇരിക്കാനോ ഒന്നും പറ്റത്തില്ല. ആ വേദന അങ്ങ് ഭയങ്കരമായി സൈഡിലോട്ട് കൊണ്ട് വന്നുകൊണ്ടിരുന്നു. അങ്ങനെ കൂട്ടുകാരെല്ലാം കൂടെ കൊണ്ട് ഹോസ്പിറ്റലിൽ കാണിച്ചു, സ്കാൻ ചെയ്തു. അപ്പോൾ സ്കാൻ ചെയ്ത് റിസൾട്ട് വരുന്നതെന്ന് വെച്ചാൽ ഒരു 12 മണി കഴിഞ്ഞു. അതായത് ഒക്ടോബർ 7-ആയി. അപ്പോഴാണ് പിന്നീട് എനിക്ക് മനസ്സിലായ 7 എന്നുള്ളത് എൻ്റെ ആ രോഗം എന്താണെന്ന് വെളിപ്പെടുത്തി തന്ന ഡേറ്റാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അങ്ങനെ എന്നിട്ട് സ്കാൻ ചെയ്തു. അങ്ങനെ അപ്പൻഡിസൈറ്റിസ് ആണെന്ന് തിരിച്ചറിഞ്ഞു. ഇപ്പോൾ ഡോക്ടർ സർജറി വേണം, അഡ്മിറ്റ് ആവണം, വീട്ടിൽ അറിയിക്കണം എന്നൊക്കെ പറഞ്ഞു. അപ്പം അങ്ങനെ കുറച്ച് മരുന്നൊക്കെ കയറ്റി, പെയിൻ കില്ലർ കയറ്റി. അപ്പം ഞാൻ പറഞ്ഞില്ല ഹോസ്റ്റലിൽ അങ്ങനെ പറഞ്ഞ് ഹോസ്റ്റലിൽ വന്നു. രാവിലെ ആയി, വീണ്ടും വേദന കൂടി. വെളുപ്പിനെ ഇപ്പോൾ ഹോസ്റ്റലിൽ വന്നു. രാവിലെ ആയപ്പോഴത്തേക്കും ഭയങ്കരമായിട്ട് വേദന, എനിക്ക് ഒട്ടും അനങ്ങാൻ പറ്റത്തില്ല. അങ്ങനെ ഹോസ്റ്റലിലെ വാർഡൻ ഹിന്ദുവാ, കന്നഡക്കാരിയാ. പുള്ളിക്കാർ വന്നിട്ട് എൻ്റെ തലയിൽ തൊട്ട് പ്രാർത്ഥിക്കുക. അവർ വരെ പേടിച്ചു പോവുകയും ചെയ്ത്. എനിക്ക് അനങ്ങാൻ പോലും പറ്റത്തില്ല. അങ്ങനെ വീൽ ചെയറിലായിട്ട് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. അപ്പോൾ അവർ പറഞ്ഞു CT സ്കാൻ എടുക്കാം, അഡ്മിറ്റ് ആവും, സർജറി ചെയ്യാമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞില്ല, ഞാൻ ഇന്ന് വീട്ടിൽ പോവാം. അന്നേരം ഞാൻ വീട്ടിൽ വന്നു. വീട്ടിൽ വരുന്നിടം വരെ അതിന് മുന്നേ ആശുപത്രിച്ച് മരുന്നൊക്കെ കയറ്റി. പക്ഷെ എനിക്ക് വേദന അവിടെ തന്നെ ഉണ്ട്. അപ്പോൾ എങ്ങനോ മാതാവിൻ്റെ അത്ഭുതം തന്നെ പറയാം, എങ്ങനോ എനിക്ക് ആ വേദന പിടിച്ച് ഇന്ന് ഞാൻ ആംബുലൻസിൽ വരാം എന്ന് പറഞ്ഞു. കാരണം ഞാൻ മരിക്കും എന്നുള്ള അവസ്ഥയിൽ ഞാൻ അവിടെ നിന്നതാണ്. ആംബുലൻസിൽ ഞാൻ ഇങ്ങോട്ട് വരത്തുള്ളൂ, എനിക്ക് ട്രെയിൻ കയറാൻ പറ്റത്തില്ല, അതുപോലത്തെ അവസ്ഥയായിരുന്നു. പക്ഷേ എന്നെ ട്രെയിനിൽ തന്നെ മാതാ എൻ്റെ വീട് വരെ എത്തിച്ചിട്ട് ഇവിടെ വന്ന് കുളിച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും ഭയങ്കരമായിട്ട് വേദന കൂടി, നടക്കാൻ വയ്യാത്ത അവസ്ഥയായി. അങ്ങനെ എന്നിട്ട് ആശുപത്രിയിൽ പോയി, അവിടെ കാണിച്ചു. അപ്പം ബ്ലഡ് ടെസ്റ്റ് ചെയ്തപ്പം ഇൻഫെക്ഷൻ എൻ്റെ 53.something, നോർമൽ എന്ന് പറയുന്ന 6 താന്നിക്കണം. അങ്ങനെ അപ്പോൾ അവർ പറഞ്ഞു ഇത് പൊട്ടാറായിട്ട് നിൽക്കുക, ഇൻഫെക്ഷൻ കൂടി നിൽക്കുക, വേഗം മെഡിക്കൽ കോളേജിൽ പോകുക, അല്ലെങ്കിൽ വേഗം സർജനെ കാണുന്നതൊക്കെ പറഞ്ഞു. അങ്ങനെ എന്നിട്ട് ഞങ്ങൾ വൈകിട്ട് സർജനെ കണ്ടു. അപ്പോൾ ഡോക്ടർ പറഞ്ഞു ഇത് അപ്പൻഡിസൈറ്റിസ് തന്നെ, സർജറി ചെയ്യണം, ഒരു ദിവസത്തെ മരുന്നും തന്ന് ആ ദിവസം കഴിഞ്ഞ് അടുത്ത ദിവസം സ്കാൻ ചെയ്തിട്ട് ഡോക്ടറിൻ്റെ അടുക്കൽ വരാൻ പറഞ്ഞു. പക്ഷെ മരുന്നൊന്ന് തന്നിട്ടും കുറേ മരുന്നുകളൊന്നും എനിക്ക് മരുന്നൊന്നും കഴിക്കാനുള്ള ഇഷ്ടമുള്ള കൂട്ടത്തിലൊന്നും അല്ല. അപ്പോൾ അങ്ങനെ ഒരു നേരമൊക്കെ ഞാൻ മരുന്ന് കഴിച്ചിട്ട് ഞാൻ പക്ഷെ തൈലം തൂത്ത് പ്രാർത്ഥിക്കുമായിരുന്നു. അന്നത്തെ എൻ്റെ ദിവസം അമ്മയുടെ കണ്ണ് നിറഞ്ഞ് ഞാൻ അന്ന് കണ്ട്. അങ്ങനെ എന്നിട്ട് ഞാൻ മാതാവിൻ്റെ ഇടയ്ക്ക് അന്നത്തെ ദിവസം ഞാൻ പൊട്ടിക്കരഞ്ഞിട്ട് ഞാൻ എന്തൊക്കെയോ പ്രാർത്ഥിച്ചു. പക്ഷെ എനിക്കറിയത്തില്ല. പക്ഷെ ഞാൻ അമ്മയോട് പറഞ്ഞു, അമ്മേ ഓപ്പറേഷൻ എങ്കിൽ അങ്ങനെ, അല്ലാതെ മാറ്റുമെങ്കിൽ സൗഖ്യം നൽകുമെങ്കിൽ അങ്ങനെ, എങ്ങനെയാണെങ്കിലും എനിക്ക് കുഴപ്പമില്ല, പക്ഷേ എനിക്കിവിടെ ഒന്ന് സാക്ഷ്യം പറയണം എന്ന് പ്രാർത്ഥിച്ചു. അടുത്ത ദിവസവും ഞാൻ തൈലം തൂത്ത് സ്കാനിങ്ങിന് പോയി. സ്കാനിങ്ങിൽ അപ്പൻഡിസൈറ്റിസ് എന്നൊരു അസുഖമേ എനിക്ക് അവിടെ കാണിച്ചില്ല. അങ്ങനെ എന്നിട്ട് ബ്ലഡ് ടെസ്റ്റ് ചെയ്തു. ഒരു ദിവസത്തെ വ്യത്യാസം. ആ ബ്ലഡ് ടെസ്റ്റ് ചെയ്തപ്പോഴത്തേക്ക് 53.something ആയിരുന്നു എൻ്റെ ഇൻഫെക്ഷൻ. 10 മാതാവ് കുറച്ച് തന്നു. ഞാൻ ഉറച്ച് വിശ്വസിക്കുന്ന സ്കാനിങ്ങിലും ബ്ലഡ് ടെസ്റ്റിനും ഒക്കെ കയറുന്നത് മുമ്പ് തന്നെ ഞാൻ കൊന്ത ചൊല്ലിയായിരുന്നു, പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. തൈലം തൂത്തിട്ടായിരുന്നു ഞാൻ പോയിരുന്നത്. അമ്മയ്ക്ക് ഈശോപ്പായ്ക്കും കോടാനുകോടി നന്ദി. അന്ന് തന്നെ ഞാൻ ഇതുപോലെ അപ്പൻഡിസൈറ്റിസ് ആയിട്ട് വന്ന സമയത്ത് തന്നെ എൻ്റെ അപ്പായ്ക്ക് കണ്ണിലാണെങ്കിൽ ഉള്ളിൽ നല്ല മുറിവായി. അങ്ങനെ എങ്ങനെയാണെന്നറിയില്ല. അങ്ങനെ ഡോക്ടറിനെ കാണിച്ച് 2 ദിവസം മരുന്നൊക്കെ തന്നു. പക്ഷെ ഞങ്ങൾ മരുന്ന് ഒഴിച്ചിട്ടൊന്നും കുറയുന്നൊന്നുമില്ല. അങ്ങനെ ഞങ്ങൾ തൈലം തൂത്ത് പ്രാർത്ഥിച്ചു. അടുത്ത ദിവസം ഡോക്ടറിനെ കണ്ടപ്പോൾ ഡോക്ടർ പറഞ്ഞു നല്ല സൗഖ്യമുണ്ട്, പപ്പായുടെ കണ്ണിന് പൂർണ്ണമായി സൗഖ്യം ലഭിച്ചു. അതുപോലെ പത്രമൊക്കെ മേടിച്ചിട്ട് എൻ്റെ ഹോസ്റ്റലിലെ കൂട്ടുകാർക്കൊക്കെ കൊടുക്കാറുണ്ട്. വീടിൻ്റെ അവിടെയുള്ള ഞാൻ നടന്ന് തന്നെ പോയി കൊടുക്കാറുണ്ട്. എൻ്റെ പപ്പായും അമ്മയും അനിയത്തിയും ഒക്കെ കൂടെ വന്ന് ഞങ്ങൾ പത്രപ്രേക്ഷിത പ്രവർത്തനമൊക്കെ ചെയ്യാറുണ്ട്.
കൂട്ടുകാർക്കൊക്കെ ആണെങ്കിലും കൊന്ത വേണം, കാശ് രൂപ വേണം, പ്രാർത്ഥന അയച്ചു കൊടുക്കണമെന്നൊക്കെ എന്നോട് ആവശ്യപ്പെടും. ഞാൻ അത് കൊടുക്കും. കാരുണ്യ പ്രവർത്തികളായിട്ടാണെങ്കിലും ഞാൻ ഇൻസ്റ്റയിലൊക്കെ ആണെങ്കിലും ഈ പൈസ ഇല്ലാത്തൊരു ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവരൊക്കെ വീഡിയോസൊക്കെ കാണും. അപ്പോൾ അവരുടെ അക്കൗണ്ട് നമ്പറൊക്കെ കൊടുക്കും. എന്നെപ്പോലെ ആവുന്ന വിധം ഞാൻ അവരെ വിളിച്ച് കൺഫേം ആക്കിയിട്ട് അവർക്ക് എന്നെ പോലെ പറ്റുന്ന പൈസയൊക്കെ ഞാൻ അയച്ചു കൊടുക്കാറുണ്ട്. അനാഥാലയത്തിൽ അയച്ചു കൊടുക്കാറുണ്ട്. പിന്നെ അമ്മ വീട്ടിൽ വരുമ്പോഴത്തേക്കും ഇതുപോലെ പൊതിച്ചോറൊക്കെ കൊടുക്കാറുണ്ട്. അപ്പം അമ്മയെ പറ്റാവുന്ന പോലെയൊക്കെ ഞാൻ അവിടെ നിന്ന് സഹായിക്കാറുണ്ട്. ഇത്രത്തോളം അവിടെ നിന്ന്. പിന്നെ എനിക്ക് തിരിയിലാണെങ്കിൽ പല രൂപങ്ങൾ ഫോട്ടോയൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. പല രൂപങ്ങളും അമ്മയുടെ രൂപം എനിക്ക് തിരിയിൽ കാണാനായിട്ട് സാധിച്ചിട്ടുണ്ട്. പിന്നെ അവിടെ ഹോസ്റ്റലിലായിരിക്കുന്ന സമയത്ത് ഒരു ഞായറാഴ്ച ഒറ്റയ്ക്കായിരുന്നു പള്ളിയിലൊക്കെ പോകുന്നത്. അപ്പോൾ ഒരു വട്ടം ഇങ്ങനെ പോകാൻ നേരത്ത് എനിക്കെന്തോ പേടി പോലെ വന്ന് തിരിച്ചു തരാൻ നേരത്ത് അപ്പം ഞാൻ അമ്മയോട് പറഞ്ഞു, അമ്മ എനിക്ക് പേടിയാ, ആരെങ്കിലും എനിക്ക് കൂട്ടിനെ കാണിച്ചു തരണേ എന്ന് പറഞ്ഞു. അപ്പോഴത്തെ ഒരു ആൻറ്റി എനിക്കിങ്ങനെ നോക്കുന്നുണ്ട്. ആൻറ്റി അപ്പം ഞാൻ ആദ്യം നോക്കി, പക്ഷെ മലയാളിയാണോ എന്നും എനിക്ക് അറിയത്തില്ല. അതുകൊണ്ട് ഒറ്റയ്ക്കായതുകൊണ്ട് പേടിയുണ്ട്. ഞാൻ ആദ്യം ചിരിച്ച് കാണിച്ചില്ല, പിന്നെ ഞാൻ ചിരിച്ച് കാണിച്ചു. അപ്പം എന്നോട് ഇന്നതുപോലെ ഈ സ്ഥലത്താണോ പോകുന്നതെന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു ആണെന്ന് പറഞ്ഞു. അങ്ങനെ എന്നിട്ട് ഏത് കോളേജാണ്, ഏത് സ്റ്റോപ്പിലാണ് ഇറങ്ങുന്നതൊക്കെ പറഞ്ഞു. അപ്പം ഞാൻ ഇറങ്ങുന്നത് തൊട്ട് പുറകിലത്തെ സ്റ്റോപ്പിൽ ആൻറ്റി ഇറങ്ങുന്നതെന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ അപ്പോഴത്തേക്ക് അപ്പുറത്തെ സൈഡിൽ ബസ് വരും. അപ്പോഴത്തേക്കും പറഞ്ഞു നമുക്ക് ആ സൈഡിൽ പോകും. പക്ഷേ എനിക്കും പേടി. അപ്പോൾ ഞങ്ങൾക്ക് രണ്ടുപേർക്കും പേടിയാന്ന് പറഞ്ഞു. പറഞ്ഞു എന്നാൽ നമുക്ക് എന്തായാലും പോകാമെന്ന് പറഞ്ഞു. പോകാൻ ഒരുങ്ങുമ്പോഴത്തേക്കും വണ്ടി വണ്ടി എന്നെ ഇടിക്കാനായിട്ട് പെട്ടെന്ന് വണ്ടി വരുവാ. അപ്പോൾ എന്നെ ഇടിക്കാൻ വന്നപ്പോൾ ആൻറ്റി എന്നെ കൈ പിടിച്ച് വലിച്ചു. ഏതാ ആൻറ്റി എന്നൊന്നും എനിക്കറിയത്തില്ല. ഞാൻ ഇതുവരെ ആ പള്ളി പിന്നെ ആൻറ്റിയെ കണ്ടിട്ട് പോലും ഇല്ല. അതേ ഉറച്ച് വിശ്വസിക്കുന്ന അമ്മ തന്നെയായിരുന്നു. അങ്ങനെ എന്നിട്ട് ഞങ്ങൾ ബസ്സിൽ കയറി. ഞാനപ്പോഴത്തേക്കും ആൻറ്റിയെ പറഞ്ഞ് സ്റ്റോപ്പിങ് നോക്കുമ്പോഴത്തേക്കും ആൻറ്റി അവിടെ കാണുന്നില്ല. ആൻറ്റി ഇറങ്ങിയിട്ടും ഇല്ല. ഞാൻ ഇറങ്ങാൻ നേരത്തെ ആൻറ്റി ബസ്സിലും ഇല്ല. ഉറച്ച് തന്നെ വിശ്വസിക്കുന്നത് അത് അമ്മ മാതാവ് തന്നെയാണെന്ന്. പിന്നെ അമ്മയുടെ സുഗന്ധാഭിഷേകം എനിക്ക് ലഭിച്ചിട്ടുണ്ട്. തിരിയിലൂടെ അമ്മ എനിക്ക് കാണാൻ പറ്റിയിട്ടുണ്ട്. എനിക്ക് ബൈബിളൊന്നും ഞാൻ പണ്ടൊക്കെ ആണെങ്കിൽ സങ്കീർത്തനം ഏതെങ്കിലും ഒരു അധ്യായം എടുത്ത് വായിക്കുക അത്രയൊക്കെ ഉള്ളായിരുന്നു. പക്ഷെ ഇപ്പം ഞാൻ അരമണിക്കൂറിൽ കൂടുതൽ പറ്റാവുന്നത് വായിക്കും. അച്ഛൻ്റെ ധ്യാനങ്ങളൊക്കെ മുടങ്ങാറെ കൂടാറുണ്ട്. എനിക്ക് ക്ലാസ്സിൽ പോകുന്നതുകൊണ്ട് ലൈവായിട്ട് കാണാൻ പറ്റിയില്ലെങ്കിലും ഞാൻ അടുത്ത ചൊവ്വാഴ്ചയ്ക്കുള്ളിൽ തന്നെ ഞാനത് ഫുള്ള് കാണാറുണ്ട്. ഒരു ദിവസം എന്തുമാത്രം സാക്ഷി ഇടുന്നു അത്രയും സാക്ഷി ഞാൻ ഫുള്ളും കാണാറുണ്ട്. എൻ്റെ കൂട്ടുകാർക്ക്, എൻ്റെ വാട്സപ്പിലുള്ള മിക്കവർക്കും ഞാൻ ഇൻസ്റ്റയിലാണെങ്കിലും എല്ലാവർക്കും അയച്ചും കൊടുക്കും. അമ്മയെപ്പറ്റി ഈശോയെപ്പറ്റിയൊക്കെ ഒരുപാട് പറഞ്ഞും കൊടുക്കാറുണ്ട്. അമ്മയ്ക്കും ഈശോയ്ക്കും കൊടുക്കുന്നു. വിശുദ്ധ മർക്കോസിൻ്റെ സുവിശേഷം 6:13 നാം വായിക്കുന്നു, അനേകം രോഗികളെ തൈലം പൂശി സുഖപ്പെടുത്തിയെന്ന്. ഈശോയുടെ സൗഖ്യപ്പെടുത്തുന്ന ഒരു അടയാളമായി തൈലം പൂശൽ കർമ്മത്തെ തിരുവചനം നമുക്കെപ്പോഴും പങ്കുവെച്ച് തരുന്നുണ്ട്. ഈ മകൾ അപ്പൻഡിസൈറ്റിസിൻ്റെ ഗുരുതരമായ രോഗാവസ്ഥയിൽ വരികയും ഓപ്പറേഷന് വേണ്ടി നിർദ്ദേശിക്കുകയും ചെയ്യുമ്പോൾ പല കാരണങ്ങൾ കൊണ്ടും ഓപ്പറേഷനിൽ നിന്ന് മകൾ പിന്നോട്ട് മാറിക്കൊണ്ട് ഉടമ്പടി തൈലത്തിൽ പൂർണ്ണമായി ആശ്രയിച്ച് തൈലം പൂശിക്കൊണ്ട് പ്രാർത്ഥിച്ച നാളുകളെയാണ് സാക്ഷ്യപ്പെടുത്തുന്നത്. ഓപ്പറേഷൻ കൂടാതെ രോഗം സൗഖ്യപ്പെടുകയും അതിൻ്റെ കാഠിന്യത്തിൽ നിന്ന് മാറുകയും ചെയ്തതിനെ സാക്ഷ്യപ്പെടുത്തുകയാണ്. അതോടൊപ്പം തന്നെ ആ നാളുകളിൽ പപ്പയുടെ കണ്ണിലുണ്ടായ മുറിവും ഉടമ്പടി തൈലം പൂശിക്കൊണ്ട് പ്രാർത്ഥിച്ചതിലൂടെ മറ്റ് ചികിത്സകളില്ലാതെ സൗഖ്യപ്പെട്ടതിനെയും മകൾ സാക്ഷ്യപ്പെടുത്തുകയാണ്. മകളുടെ ഉടമ്പടി സാക്ഷ്യത്തിൽ നാം കേൾക്കുന്നത് ഉടമ്പടി എങ്ങനെ ജീവിക്കുന്നു എന്നതിൻ്റെ രീതികളെക്കുറിച്ചാണ്. ഉടമ്പടിയോട് പൂർണ്ണമായ വിശ്വസ്തത പുലർത്തി ജീവിക്കുന്ന മകളെയാണ് നമ്മൾ കാണുന്നത്. അവരുടെ പ്രാർത്ഥനാ ജീവിതം, അവരുടെ കാരുണ്യ പ്രവൃത്തികൾ, അവരുടെ പ്രേക്ഷിത പ്രവർത്തനം, ഉടമ്പടിയുടെ ധ്യാനം കേൾക്കുവാനും സാക്ഷ്യം കേൾക്കുവാനും വചനം വായിക്കുവാനും ഒക്കെയുള്ള തീഷ്ണത, ഓരോന്നും ഉടമ്പടിയിൽ അവൾ പുലർത്തുന്ന വിശ്വസ്തതയും ആത്മാർത്ഥതയും അവളുടെ ജീവിതത്തിലൊരു പ്രശ്നം വരുമ്പോൾ അത് വേഗത്തിൽ അമ്മ മാതാവിലൂടെ മാറ്റപ്പെടുന്നതിന് കാരണമാകുന്നു, സഹായിക്കുന്നുവെന്ന് സാക്ഷ്യപ്പെടുത്തുകയാണ്. പ്രിയമുള്ളവരെ, ഉടമ്പടി ജീവിതക്രമം നമ്മളെ കൂടുതൽ ദൈവത്തിലേക്ക് അടുപ്പിക്കുകയും ദൈവം നമ്മുടെ ജീവിതത്തിൽ ഇടപെടുന്നതിന് കാരണമാവുകയും ചെയ്യും. മകൾ ആവർത്തിച്ച് പറയുന്നുണ്ട്, ഒത്തിരി സാഹചര്യങ്ങളിലൂടെ പരിശുദ്ധമ്മയുടെ സാന്നിധ്യം അവൾക്ക് അനുഭവിക്കുവാൻ സാധിക്കുന്നുണ്ട്. സുഗന്ധാഭിഷേകമായി അവൾക്ക് ലഭിക്കുന്നുവത് ഒരു സാന്നിധ്യമായി, സഞ്ചരിക്കുന്ന സാന്നിധ്യമായി അവൾക്കത് യാത്രയിൽ ലഭിക്കുന്നു. അതോടൊപ്പം തന്നെ അവളത് പ്രാർത്ഥിക്കുമ്പോൾ മെഴുകുതിരിയിൽ അതിൻ്റെ സാന്നിധ്യം അവൾ അനുഭവിക്കുന്നുവെന്ന്. മാതാവ് വിളിച്ചാൽ വിളിപ്പുറത്തുണ്ടെന്ന്. ജീവിതത്തിൻ്റെ ഓരോ മേഖലയിലും അമ്മ മാതാവിൻ്റെ സംരക്ഷണവും സാന്നിധ്യവും നമുക്ക് ഓരോരുത്തർക്കും അനുഭവമാവും വിധം ജീവിതത്തിലേക്ക് പകർന്നു തരുമെന്നും മകൾ പ്രത്യേകമായിട്ട് തൻ്റെ സാക്ഷ്യത്തിലൂടെ പങ്കുവയ്ക്കുകയാണ്. ഈ കുടുംബത്തിന്, ഈ മകൾക്ക് ലഭിച്ച എല്ലാ ദൈവാനുഭവങ്ങൾക്കും പരിശുദ്ധ അമ്മ മാതാവിനും തിരുക്കുമാരനും നന്ദി അർപ്പിച്ചുകൊണ്ട് കരഘോഷത്തോടുകൂടി ഈ സാക്ഷ്യം നമുക്ക് സമർപ്പിക്കാം.